തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിൽ വരെ ഉരുണ്ടു കളിച്ചവർ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് നൽകിയതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോഴും 2 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചത് സ്റ്റേ ചെയ്യാതിരുന്ന സുപ്രീം കോടതി ഇപ്പോഴിതാ അവരുടെ നിയമനത്തിനായി കൈക്കൊണ്ട നടപടിക്രമങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ്. 3 അംഗ സെലക്ട് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും കമ്മീഷണർമാരുടെ മുഴുവൻ വിവരങ്ങളും വിശദാംശങ്ങളും ലഭ്യമാക്കിയില്ല എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് തുറന്നടിച്ചു. വ്യാഴാഴ്ച സ്റ്റേ അനുവദിക്കാതിരുന്ന സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഒഴിവ് വന്ന തസ്തികകളിലേക്ക് 2 കമ്മീഷണർമാരെ നിയമിച്ചത് സ്റ്റേ ചെയ്താൽ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അവതാളത്തിലാകുമെന്ന് പറഞ്ഞ ശേഷമാണ് കേന്ദ്ര സർക്കാർ നടപടിക്രമം പാലിക്കാത്തത് സുപ്രീം കോടതി ചോദ്യം ചെയ്തത്. തങ്ങൾ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയാണെന്ന് ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ആ പദവികളിലേക്ക് നിർദ്ദേശിക്കപ്പെടുന്നവരുടെ മുഴുവൻ വിവരങ്ങളും വിശദാംശങ്ങളും സെലക്ഷൻ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങൾക്കും നൽകണമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ നടത്തുന്ന ഭരണഘടനയെയും രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെയും തൊട്ടുള്ള കളികൾ വലിയ അപകടകരമായ രീതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശരിക്കും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം സ്റ്റേ ചെയ്യുകയോ റദ്ദ് ചെയ്യുകയോ ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഉയർന്ന ജനാധിപത്യ ബോധമുള്ള നിയമ സംവിധാനം ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അവതാളത്തിലാകും എന്നുള്ള ആശങ്ക കൊണ്ട് മാത്രമാണ് അതിലേക്ക് കടക്കാതിരുന്നത്. എങ്കിലും അതിനുള്ളിൽ നിലനിൽക്കുന്ന അവ്യക്തതയും അതിൻ്റെ ആശങ്കയും സുപ്രീം കോടതി അറിയിച്ചത് ഈ രാജ്യം ചർച്ച ചെയ്യുകയാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ചാണ് ഈ ചർച്ച മുഴുവനും നടക്കുന്നത്. പ്രധാനമന്ത്രി, അതുപോലെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, അതുപോലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ രാഷ്ട്രപതി നിയമിക്കണമെന്ന് കഴിഞ്ഞ വർഷം മാർച്ചിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. ആ വിധിച്ചതിന് പിന്നാലെ അതിനെ അട്ടിമറിക്കാനാണ് മോദി സർക്കാർ മറ്റൊരു നിയമം രാജ്യത്ത് പാസാക്കിയെടുത്തത്. അതിൽ പറയുന്നത് പ്രകാരം സെലക്ഷൻ കമ്മിറ്റിയിലെ ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി അതിനു പകരം പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയെ നിയമിക്കാൻ നിയമം നിർദ്ദേശിക്കുന്നു. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് സ്വാഭാവികമായും. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമത്തിൻ്റെ കാര്യക്ഷമമായ നിയന്ത്രണം ഒരിക്കൽ കൂടി എക്സിക്യൂട്ടീവിന് നൽകിയിരിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിൽ ഇത് കിട്ടിയതിന് ശേഷം ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന അപകടത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് അങ്ങനെ സുപ്രീം കോടതി പങ്കുവച്ചിരിക്കുന്നത്.